കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം തമിഴ്നാടിന് വിട്ടു നൽകണമെന്ന കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തീരുമാനത്തിൽ കർണാടകയിൽ പ്രതിഷേധം കനക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ കർണാടകയിൽ പ്രവേശിപ്പിക്കില്ലെന്നും വിജയ് ചിത്രം ജനനായകൻ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അടക്കം പ്രതിഷേധക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ മുഖ്യമന്ത്രി വിജയുമായുള്ള കൂടിക്കാഴ്ച മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായ DK ശിവകുമാർ. തമിഴ്നാടിന് ജലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കാവേരി ജലനിയന്ത്രണ സമിതിയുടെ ഉത്തരവിനെതിരെ കർണാടകം നൽകിയ അപ്പീൽ തള്ളിയിരുന്നു. ഇതോടെ തമിഴ്നാടിന് ജലം വിട്ടു നൽകാൻ നിർബന്ധിതമായിരിക്കുകയാണ് കർണാടകം. പിന്നാലെയാണ് കർഷക സംഘടനകൾ സമരം തുടങ്ങിയത്. കന്നഡ അനുകൂല സംഘടനകൾ ഓഗസ്റ്റ് 13-ന് കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വെള്ളം നൽകണമെന്ന ഉത്തരവ് നടപ്പാക്കാത്ത പക്ഷം വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് തമിഴ്നാട് സർക്കാർ നിലപാട്. കാവേരി തർക്കത്തിൽ വീണ്ടും കലങ്ങുകയാണോ കർണാടകയും തമിഴ്നാടും? കാണാം RDX റാപ്പ്. അതിരൂക്ഷമായ പ്രതിഷേധമാണ് കാവേരി നദീജല തർക്കത്തെ തുടർന്ന് കർണാടകയിൽ അരങ്ങേറുന്നത്. കർണാടകയിൽ നിലവിൽ കടുത്ത ജലക്ഷാമവും വരൾച്ചയും നേരിടുമ്പോൾ തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകുന്നത് സംസ്ഥാനത്തെ കർഷകരെയും പൊതുജനങ്ങളെയും ബാധിക്കുമെന്നാണ് കന്നഡ സംഘടനകൾ വാദിക്കുന്നത്. തമിഴ്നാടിനെതിരെയുള്ള ജനരോക്ഷം ശക്തമായതോടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ചിത്രം ജനനായകന്റെ പ്രദർശനവും കർണാടകയിലെ തിയേറ്ററുകളിൽ നിർത്തിവെച്ചു. മണ്ഡ്യയിലെ ചില തിയേറ്ററുകളിൽ കന്നഡ അനുകൂല സംഘടനകൾ ചിത്രത്തിന്റെ പോസ്റ്റർ വലിച്ചുകീറി പ്രതിഷേധിച്ചിരുന്നു. പല തിയേറ്ററുകളിലും വൻ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിജയുമായി തിങ്കളാഴ്ച നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചതായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്തെ അന്തരീക്ഷം അനുകൂലമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി വിജയ് എത്തിയാൽ ബംഗളൂരു വിമാനത്താവളത്തിൽ തടയുമെന്നാണ് കന്നഡ സംഘടനകളുടെ മുന്നറിയിപ്പ്. തമിഴ്നാടിന് വെള്ളം നൽകണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ പോകണമോ എന്ന് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നും കർണാടക മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം കന്നഡ അനുകൂല സംഘടനകൾ ഓഗസ്റ്റ് 13-ന് സംസ്ഥാന വ്യാപകമായ കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ വിഷയത്തിൽ കൂടുതൽ അവഗാഹം ഹർഷൻ ചേട്ടനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെയല്ല. ഇത് പല കാലത്തും പ്രത്യേകിച്ച് ഇതൊരു വൈകാരിക പ്രശ്നമാണ് കാവേരി എന്നത്. കാവേരിയിലെ ജലമാണ് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെ വലിയൊരു പ്രദേശത്തെയും കർഷകരെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ മുല്ലപ്പെരിയാർ വളരെ വൈകാരിക പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടാണത്? അവിടെ ഒരു 5 ജില്ലകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആൽവിൻ പോയി റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മഴയില്ലാത്തത് കൊണ്ട് ആ 5 ജില്ലകൾ വരണ്ടുണങ്ങി കിടക്കുകയാണ്. ഇവിടേക്ക് വരേണ്ട പൂക്കളില്ല, അവിടില്ലാത്ത പച്ചക്കറിയില്ല, ഓണക്കാലത്തേക്ക് വേണ്ടത് ഇതൊക്കെ വിളയേണ്ട ഒരു വലിയ പ്രദേശം വരണ്ടുണങ്ങി കിടക്കുന്നു. അവരെ സംബന്ധിച്ച് വലിയ ഒരു കാർഷിക സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവർക്ക് വലിയ പ്രശ്നമാണ്. കർണാടകവും അങ്ങനെ തന്നെയാണ്. അവിടെയും അവിടുത്തെ കാർഷിക മേഖലയിലും അവിടെ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുമൊക്കെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കാവേരി നദിയാണ്. ആ കാവേരി നദി എന്നുള്ളത് കാവേരിയിലെ ജലം എത്തിയാലാണ് തമിഴ്നാട്ടിൻ്റെ വലിയൊരു പ്രദേശം വരൾച്ചയിൽ നിന്ന് രക്ഷപ്പെടൂ, വലിയൊരു പ്രദേശം. അപ്പോൾ അതുകൊണ്ട് അതൊരു വൈകാരിക പ്രശ്നമായി തന്നെ എക്കാലവും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ 2002-ൽ ഒരു വലിയ സമരവും പ്രക്ഷോഭവും കടന്നു. ഇതിന് സമാനമായ സാഹചര്യമായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ വരൾച്ചയുണ്ടായി. തമിഴ്നാട് കാവേരി വാട്ടർ അതോറിറ്റിയും സുപ്രീം കോടതിയും ഒക്കെ തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. SM കൃഷ്ണയാണ്, കോൺഗ്രസ് സർക്കാരാണ്. SM കൃഷ്ണയാണെന്ന് കർണാടകത്തിലെ മന്ത്രി. ഇപ്പോൾ കോൺഗ്രസ് തന്നെയാണ് ഇവിടെ. അവിടെ ഉണ്ടായിരുന്നത് AIDMK ആണ്, ജയലളിതയാണ്. പക്ഷേ ആ സർക്കാരിൽ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഭാഗമായിരുന്നു അന്ന് അവിടെ കോൺഗ്രസ്. ഇപ്പോൾ ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. ഇവിടെ TVK ആണെന്നേ വ്യത്യാസമുള്ളൂ, അവിടെ കോൺഗ്രസ് ആ മുന്നണിയിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വരൾച്ച ഉണ്ടാകുന്നു. വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുമോ എന്നും എല്ലാവരും ഭയപ്പെടുന്നു. ഇത് വലിയൊരു വൈകാരിക പ്രശ്നമായതുകൊണ്ട് സംഘർഷത്തിലേക്കും പലപ്പോഴും പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈകാരികമായി പ്രതികരിക്കുന്ന 2 ജനതയാണ് ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനപ്പുറം അവിടുത്തെ സിനിമാക്കാരൊക്കെ ആയിരിക്കും. സിനിമാക്കാരുടെ വലിയ പങ്കാളിത്തം ഈ സമരത്തിലുണ്ട്. 2002 ഞാൻ ഓർക്കുന്നത് അന്ന് രജനീകാന്തിനെതിരെ വലിയൊരു ജനരോഷം ഉണ്ടായി. കാരണം രജനീകാന്ത് വേണ്ട രീതിയിൽ കർണാടകത്തെ എതിർക്കുന്നില്ല. അദ്ദേഹം കർണാടകത്തിൽ നിന്ന് വന്നയാൾ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വേണ്ട രീതിയിൽ കർണാടകത്തെ എതിർക്കുന്നില്ല എന്നുള്ള വലിയ ആരോപണമൊക്കെ ഉയർന്നു. കമൽഹാസൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അന്ന് ഈ സമരം നയിക്കുന്നത്. അന്ന് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിലേക്ക് വലിയ സമരം നടന്നു. കാരണം അവിടുന്ന് കർണാടകത്തിന് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കാവേരി കിടക്കുന്നത് വരണ്ട്, ഉനക്കത് കിട കറണ്ട് എന്ന് ചോദിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം 2007-ൽ പിന്നെ ശിവജി സിനിമ ഇറങ്ങുമ്പോൾ തമിഴിൻ്റെ എല്ലാ വൈകാരികതയും ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന അവരുടെ എല്ലാ നൊസ്റ്റാൾജിയയും ചേർത്ത ഒരു പാട്ട് അതിനകത്ത് രജനീകാന്തിൻ്റെ സിനിമയിൽ ചേർത്തു. അതിൽ ആദ്യത്തെ വരി കാവേരിയിൽ നിന്നാണ് പറയുന്നത്. അതായത് തമിഴിൻ്റെ ഏറ്റവും വൈകാരികമായ വിഷയങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നത് കാവേരിയാറും കൈക്കുട്ടൽ അരിസിയും മറന്നു പോകുമ എന്നുള്ള പാട്ട് തുടങ്ങുന്നത് ആദ്യം കാവേരിയിൽ നിന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ആ വിഷയത്തിലൊന്ന് പിടിച്ചു നിന്നത്. പിന്നീട് 2012-ൽ പ്രശ്നമുണ്ടായി, 2018-ൽ പ്രശ്നമുണ്ടായി. എങ്ങനെയെങ്കിലും ഒരു മഴ പെയ്ത് ഈ പ്രശ്നം തീർന്നാൽ മതി എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. തീർച്ചയായും.